ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതാ ഇവിടെ ചോറുണ്ടാക്കുകയാണ്. അതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഉരുളക്കിഴങ്ങ് എണ്ണയിലോട്ടിട്ടു. അതിലേക്ക് ഞാൻ ഇനി വഴുതിനി ഇടാൻ പോകുന്നുണ്ട്. അതിൻ്റെ മുന്നേ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അത് അടച്ചു വെച്ച് മസാലയൊന്നും ഇടാണ്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം പകുതി വെന്തതിന് ശേഷം ഞാൻ വഴുതിനിയും കൂടെ ഇട്ടു. ഇനി അതിലേക്ക് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇവിടെ അങ്ങ് അടച്ചു വെക്കും. അത്രയേ ഉള്ളൂ പണി അതിൽ. ഇനി അത് വെന്തതിന് ശേഷം നമുക്ക് മല്ലിയിലയും പുതിനയൊക്കെ ഇടാം. അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു ഫ്ലെയിം കുറച്ചൊക്കെ ഇവിടെ വെക്കട്ടെ. ഇത് ഇവിടുന്ന് ആവട്ടെ. ഇനി നമുക്കൊരു മുട്ട മസാല ഉണ്ടാക്കാം. അതായത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി ഉണ്ടാക്കാം. അതിനാദ്യം തന്നെ ഞാൻ പാത്രം വെച്ച് എണ്ണ ചൂടായ ശേഷം അതിലോട്ട് ഞാൻ നമ്മൾ ചോപ്പ് ചെയ്ത വലിയുള്ളി ഇട്ടു. അത് ഇതുപോലെ അടച്ചു വെച്ച് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഞാൻ ഇട്ടു. ഇതാ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ വഴുതിനി ഉരുളക്കിഴങ്ങിലേക്ക് ഞാൻ മസാലയിൽ മല്ലിയില ഇട്ടതാണ്. അപ്പോൾ അത് സെറ്റായി. ഇനി നമുക്ക് നമ്മുടെ മുട്ടയ്ക്ക് ആവശ്യമായ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ബട്ടറാണ് ഞാൻ ഒഴിച്ചത്. അതിലോട്ട് ഞാൻ അണ്ടിപ്പരിപ്പും തക്കാളിയും കൂടി ഇടും. എന്നിട്ട് അത് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അത് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മുട്ട വേവാനായിട്ട് വെക്കണം കേട്ടോ. മുട്ട അവിടുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി മസാല അവിടുന്ന് വാടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടില്ല, അതൊരു സൈഡിൽ നിന്ന് വാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് വറുത്തെടുത്തു, പിന്നെ തക്കാളിയും കൂടെ നന്നായിട്ട് അത് ചൂടാറിയ ശേഷം അരച്ചെടുത്തു. അപ്പോൾ വീണ്ടും നമ്മുടെ ഉള്ളി മസാല എടുത്തു. അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ച തക്കാളിയും കൂടെ ഇടുക. തക്കാളിയും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പിന്നെ എന്ത് ചെയ്യുക, പെരിഞ്ചീരകം, ഏലക്കായ, ഗ്രാമ്പൂ, കറുവപ്പട്ട ഇതൊക്കെ ചെറുതായിട്ട് പൊടിച്ചത് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, ഇത് തിക്കായിട്ടിരിക്കുന്നതാണ് ടേസ്റ്റ്. നമ്മൾ വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പുഴുങ്ങിയ മുട്ട ഇതിലേക്ക് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നന്നായിട്ട് വറ്റി വന്ന, അപ്പോൾ ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഒരുപാട് അങ്ങ് വറ്റിച്ചെടുക്കണ്ട. ഇനി നമുക്കിതിലോട്ട് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയൊക്കെ ഇടുക. അപ്പോൾ അതിൻ്റെ പണിയും അങ്ങനെ സെറ്റായി. ഇനി നമ്മളിതാ കുറച്ച് രാവിലത്തെ ചപ്പാത്തി മാവ് ബാക്കിയുണ്ടായിരുന്നു. അപ്പം അതും കൂടെ ഒന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നത്, എൻ്റെ ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്ര ഷേപ്പൊന്നുമല്ല, അത്ര ശരിയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഞാനത് ശരിയായിട്ട് അത് മാത്രമായിട്ട് ഇടുന്നതായിരിക്കും. അങ്ങനെ ഏകദേശം നമ്മുടെ ഇവിടെ ചപ്പാത്തിയൊക്കെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിൻ്റെ എല്ലാ പരിപാടികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് അടിപൊളി മുട്ട മസാല, അതേപോലത്തെ ഉരുളക്കിഴങ്ങ് വഴുതിനെയും കൂടെ ഫ്രൈ ചെയ്തത്, പിന്നെ നമ്മുടെ രാവിലത്തെ കിഴങ്ങ് കറി കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതും പിന്നെ ചോറ്, ചപ്പാത്തി. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ചിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഈ തണുപ്പിന് നമ്മൾ കൂടുതലായിട്ട് ചോറ് കഴിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ തണുക്കുന്നതെന്ന് നമ്മുടെ ഇവിടെയുള്ള ഒരു ഹിന്ദി കാരി നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ചോറിൻ്റെ കൂടെ കുറച്ച് ചോറൊന്ന് കുറച്ചിട്ട് അതിൻ്റെ കൂടെ ചപ്പാത്തിയും കൂടി കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും